ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്തിനാണെന്നാണ് കരുതുന്നത്? എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്നതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചെടുത്തോണ്ട് പോക്കോ. അതും എനിക്കറിയത്തില്ല. ഞാനിവിടെ കാണാതായെന്ന് പറയുന്നു. പിന്നീട് 2016 എങ്ങനെയാണ് അതാ എനിക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് 2016. ചേച്ചിയോട് ഈ കല്യാണം കഴിക്കാമോ എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചല്ലോ. ഇക്കാര്യം ഐഷയ്ക്ക് അറിയാമായിരുന്നു? അതും എനിക്കറിയത്തില്ല. ചേർത്തലയിൽ നിന്നും അശ്വിൻ പാലാടിയും ഷഫീദ് റാവുത്തറും ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, ചേർത്തലയിലെ ഈ കേസുകൾ, അതിന്റെ അന്വേഷണം, അത് ഓരോ ദിവസവും പല വഴിക്കുകൾ പോകുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ ഒരു ചിത്രം ഇപ്പോഴും അത് ലഭിച്ചിട്ടില്ല. അത് ഇപ്പോഴും അന്യമാണ്. അത് അറിയാവുന്നവർ സെബാസ്റ്റ്യനാണോ റോസമ്മയാണോ അല്ല ഇരുവർക്കും അത് അറിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇന്നിപ്പോൾ നിർണായകമായ ചില ഘട്ടങ്ങൾ പിന്നിട്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് സംഘം എന്ന് പറയാതെ വയ്യ. അതിലേറ്റവും ഒടുവിലെത്തിയത് കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടിയ ആ ലേഡി സ്ട്രാപ്പ് വാച്ചാണ്. മറ്റൊന്ന് റോസമ്മ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. തനിക്കൊന്നും അറിയില്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം എന്ന വെല്ലുവിളി നടത്തുന്നു റോസമ്മ. ഇവരുടെ പ്രതികരണത്തിൽ പോലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തത വരുത്താൻ പോകുന്നത്? പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് റോസമ്മയിലേക്ക് അന്വേഷണം എത്തിയത് എന്നുള്ള കാര്യമാണ്. അതിൽ അവർ പലപ്പോഴേ നമുക്ക് നൽകിയ ആദ്യ പ്രതികരണത്തിൽ ഉൾപ്പെടെ റോസമ്മ ആദ്യമായി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നത് 24-നോടാണ് റോസമ്മ. ആ റോസമ്മ നടത്തിയ ആദ്യ പ്രതികരണത്തിലും ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണത്തിലും എല്ലാം റോസമ്മ പറയുന്ന എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളുണ്ട്, ആവർത്തിക്കുന്ന കാര്യമുണ്ട്. 2016 ഈ റോസമ്മയെ കണ്ടു എന്നൊരു കാര്യം. അത് 2013 കാണാതായ ഈ ഐഷയെ 2016 കണ്ടു എന്നുള്ള വലിയൊരു കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ നമുക്ക് മാത്രമുള്ള 24-ന് മാത്രം ലഭിച്ചിരിക്കുന്ന വളരെ നിർണായകമായൊരു വിവരം, അതായത് ഈ ഐഷയെ കാണാതായി എന്ന പരാതിയിൽ ഇവർ 2013 നടത്തിയ ഒരു പരാതി, 2013 എടുത്ത FIR-ന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ റോസമ്മ ചേച്ചി ഇപ്പോൾ ഇതാ അവരുടെ പഴയ ചിത്രങ്ങളും കിട്ടിയ ട്രോഫിയുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അത് ഒക്കെ നിർണായകമാണ്. റോസമ്മ ചേച്ചി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. 2012 കാണാതെ ഐഷയെ 16 കണ്ടു എന്ന് പറയുന്നു. അത് പോലീസിനെ അറിയിച്ചിരുന്നു? അത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. എനിക്ക് ഈ ഡേറ്റ് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. 2016 കണ്ടിട്ടില്ല? എനിക്കറിയത്തില്ല മോനെ, ഞാൻ ഇത്രയും കാലമായില്ല, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഒന്നും. മലയാവർത്തി പറഞ്ഞത് 2016 കണ്ടിരുന്നു എന്നാണ്. ഇപ്പം തന്നെ പറഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ നിന്നാ കൊച്ചു പല പ്രാവശ്യം കേട്ടിട്ട് ഇപ്പോഴും എനിക്ക് എൻ്റെ പേരറിയത്തില്ല. 16 കണ്ടിട്ടില്ല? 16-ലാണോ കണ്ടത് എനിക്കറിയത്തില്ല. പോലീസിനെ അറിയിച്ചിരുന്നു? കോള് വന്നത് പറഞ്ഞായിരുന്നു. എങ്ങനെ വീടിന്റെ പരിസരത്ത് കണ്ടു എന്ന് പോലീസിനെ അറിയിച്ചിരുന്നു? അവർ മിസ്സാകുന്നിടം വരെ ഈ വഴിയോടെ അല്ലേ നടന്നു പൊക്കോണ്ടിരുന്നേ, അതല്ലേ എനിക്കറിയത്തുള്ളൂ. 2012 ഐഷയെ കാണാതായി എന്ന് FIR ഉണ്ട്. അത് 16 കണ്ടെങ്കിൽ ഐഷ കണ്ടു എന്ന് പോലീസിൽ അറിയിക്കണ്ടേ? കണ്ടെങ്കിലല്ലേ അറിയിക്കാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടില്ലല്ലോ. ഇത്രയും നേരം പറഞ്ഞത് 16 കണ്ടു എന്നാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. പിന്നെ ഞാനത് ഓർക്കുന്നില്ല. ഇത്രയും വർഷമായില്ലേ. അത് അന്നാ കണ്ടെന്ന് പറഞ്ഞ ഫോണിനവിടെ കൊണ്ട് കൊടുത്ത് കാണിച്ചപ്പോൾ അത് അന്നേരം വല്ലതും അന്വേഷിച്ച് വരണ്ടേ. ഈ ഒരു കാലത്ത് വന്നേച്ച് ഇത്രയും ഫോൺ കോൾ വന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ പള്ളിപ്പുറം പള്ളി പോയിച്ച് വന്നപ്പോഴാണ് ഐഷയുടെ കോളിൻ്റെ ഇത് വന്നത്. അത് ഏത് വർഷം വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ഓഗസ്റ്റ് 15 മാത്രമേ അറിയത്തുള്ളൂ. ഇല്ല, കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതെനിക്കറിയത്തില്ല കുഞ്ഞെ. ഞാൻ ഈ പറഞ്ഞ ഡേറ്റോ അല്ല പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. ഇപ്പം നിങ്ങളൊക്കെ ഇത്രയും ചോദിച്ചു, ഇപ്പം ഈ ചോദിച്ചൊന്ന് പിന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. എന്തായാലും ഇതാ ഇപ്പോൾ ആദ്യം മുതൽ പറഞ്ഞ, അതായത് നമ്മളോട് തുടക്കകാലം മുതൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇതാ മാറ്റി പറയുകയാണ്. അതിൽ എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവരുടെ ഈ പ്രതികരണം, അത് ഈ മലക്ക മറിച്ചിലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ അടക്കം കസ്റ്റഡിയിലായതിന് പിന്നാലെ നമ്മൾ ആദ്യം എത്തിയത് റോസമ്മയുടെ വീട്ടിലേക്കാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ്. പക്ഷേ അന്ന് നമ്മൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. റോസമ്മയോട് എന്താണ് പറയാനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അന്ന് അവർ പറഞ്ഞത് 2016 ഇവിടെ, അതായത് ഈ പുറകുവശത്ത് കാണുന്ന ഈ വീടിൻ്റെ സൈഡിൽ കാണുന്ന ഇതാ 20 സെൻറ്റ് സ്ഥലത്താണ് ഈ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത്. ആ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന അത് കോഴി ഫാമിന് വേണ്ടി നിർമ്മിച്ച സ്ഥലമാണ് എന്ന് പറയുന്നു. ഇവർ പള്ളിയിൽ പോയി, അതായത് പുറത്ത് പോയി വന്ന സമയത്ത് ഈ സ്ഥലത്ത് ഐഷയും സെബാസ്റ്റ്യനും എത്തി ഇവിടം JCB കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് കണ്ടു എന്ന് ക്രിസ്റ്റൽ ക്ലിയറായി റോസമ്മ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നുണ്ട്. അത് ഏത് വർഷമെന്ന് നമ്മൾ എടുത്തു ചോദിക്കുന്നു. അന്ന് അവർ പറയുന്നു അത് 2016 എന്ന്. അത് പോട്ടെ, അന്നവർ അബദ്ധം പറ്റി പറഞ്ഞതാണെങ്കിൽ ഇന്ന്
ഇന്ന് ഏറ്റവും അവസാനം നമ്മൾ ചോദിച്ച പ്രതികരണത്തിലും അവർ പറയുന്നു, എടുത്തു ചോദിക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും, നമ്മൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും എടുത്തു ചോദിക്കുന്നുണ്ട് ഏത് വർഷമാണ് അവസാനമായി കണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ അപ്പോഴും പറഞ്ഞത് 2016 എന്നാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ FIR-ന് പകർപ്പ് പുറത്തുവിടുന്നു. ഏത് വർഷമാണ് ഇവരെ കാണാതായത് എന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പോൾ FIR-ൽ കൃത്യമായി അന്ന് 2013 പോലീസ് എടുത്ത FIR ആണ്. അതിൽ പറയുന്നു കുടുംബം, അതായത് ഐഷയുടെ പിതൃ സഹോദരൻ നൽകിയ പരാതിയിലാണ് അന്ന് ചേർത്തല പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ ഐഷയെ കാണാതായി എന്നുള്ള പരാതി കൃത്യമായുണ്ട്. ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ റോസമ്മയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല. ഞാൻ 2016 കണ്ടിട്ടില്ല എന്ന് അന്ന് പറഞ്ഞ കാര്യം അതേപടി അവർ തിരുത്തി പറയുകയാണ്.